മഞ്ഞരമ ന്യൂസിൻ്റെ മനോരമ ന്യൂസിൻ്റെ ഓരോ കളികളെ കൊല്ലാത്ത ആളെ കൊല്ലുക, അല്ല മരിക്കാത്ത ആളെ കൊല്ലുക, പിന്നെ എന്താ ജയിലിലാകാത്ത ആളെ ജയിലിലാക്കുക തുടങ്ങി ഒരുപാട് കുസൃതികളാണ് മനോരമ ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആർക്കും അറിയാത്ത ആൾക്കാരല്ല കേട്ടോ, അത്യാവശ്യം ആൾക്കാർ അറിയുന്ന സെലിബ്രിറ്റികളായ ആൾക്കാരെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ എഴുതി വിടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു മാനുവൽ മിസ്റ്റേക്ക് ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ പൊട്ടന്മാരാണ് അവിടെ ഇരിക്കുന്നവർ. ഈ മണികണ്ഠ രാജൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മണികണ്ഠൻ ആചാരി എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള നടൻ, അത്യാവശ്യം ആൾക്കാർക്കൊക്കെ കണ്ടാൽ അറിയാവുന്ന ഒരു മനുഷ്യനാണ്. പുള്ളീനെ കൈക്കൂലി കേസിൽ അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിൻ്റെ കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പുള്ളി ഒരു മുട്ടയൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, പുള്ളീനെ നല്ല ഫോട്ടോ ഒന്നും അല്ല കേട്ടോ വെച്ചാൽ, മുട്ടയൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ച് ഒരു പത്രം ഇറക്കുന്നു. അതായത് അവരേതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, മണികണ്ഠൻ തന്നെയാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേര്, പുള്ളീൻ്റെ തട്ടിപ്പും പുള്ളി ജയിലിലായ കാര്യവും വാർത്തയായിട്ട് കൊടുത്തതാണ്. സത്യത്തിൽ ന്യൂസൊക്കെ കറക്റ്റാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കൊടുത്ത ഫോട്ടോ ഇങ്ങേരുടെയാണ്. ഇങ്ങനെ മുട്ടയൊക്കെ അടിച്ച് ശരിക്കും കണ്ട പെട്ടെന്നൊരു ഗുണ്ടേനെ പോലെ തോന്നുന്നത്. ഏതെങ്കിലും സിനിമേൻ്റെ ഇതെങ്ങനെയായിരിക്കും, വേഷം എങ്ങനെയായിരിക്കും അത് കണ്ട പെട്ടെന്ന് നമുക്ക് ശരിയായി, ഇവൻ ഗുണ്ടയാണ്, ഇവനിത് കൂട്ട് അലമ്പ് കാണിക്കും എന്ന് തോന്നുന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അയാളൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് അയാളെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എന്നെ കണ്ടറിഞ്ഞൂടെ, ഇത്ര സെലിബ്രിറ്റി ആയിട്ടുള്ള എന്നെ കണ്ടറിഞ്ഞൂടെ? അങ്ങനെയല്ല കേട്ടോ. എന്നാലും മനോരമ ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഇയാളൊരു സിനിമാ നടനാണ്, അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ളൊരു നടനെ മനോരമ ന്യൂസുകാർക്ക് അറിഞ്ഞൂടെ, അല്ലെങ്കിൽ ആ ഫോട്ടോ കൊടുത്തയാൾക്ക് അറിഞ്ഞൂടെ? എന്താണെങ്കിലും സംഭവം കോമഡി ആയിട്ടുണ്ട്. ഇവർ മണികണ്ഠൻ എന്നുള്ള പേര് കണ്ടപ്പോൾ പെട്ടെന്ന് നെറ്റ് കയറി അടിച്ചു മണികണ്ഠൻ, ഇങ്ങനെ തന്നെ എടുത്തു കൊടുത്തു. സിനിമാ നടനാണോ ആരാ എന്നൊന്നും നോക്കിയില്ല, അങ്ങ് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഉള്ളവരൊന്നും പറഞ്ഞിട്ടല്ല പുള്ളി അറിഞ്ഞ, തമിഴ്നാട് വരെ ന്യൂസ് എത്തി. പുള്ളി അതൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറോ ആരോ വിളിച്ചു പുള്ളീനെ. അങ്ങനെയാണ് പുള്ളി അറിയുന്നത് തന്നെ ഇങ്ങനെയൊരു ന്യൂസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പം മനോരമ ഏത് ലെവലിൽ എത്തിയെന്ന് ചിന്തിച്ചോ, തമിഴ്നാട്ടുകാർ വരെ മനോരമ ന്യൂസ് വായിക്കാൻ തുടങ്ങി. എന്താണെങ്കിലും അത് സൂപ്പറായിട്ടുണ്ട്. അപ്പം പുള്ളി ഈ ഇതിന് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ ഇടുകയും, അപ്പോൾ അതിന് കമൻ്റായിട്ട് നിർമ്മൽ പാലാഴി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതും സിനിമാ നടനാണ്. പുള്ളി അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, പുള്ളീൻ്റെ ഒരു ഫോട്ടോയും വെച്ച്, മരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും പ്രതികരിച്ചാനേ എന്ന് പറഞ്ഞ്. അപ്പോൾ നിർമ്മൽ ബെന്നി എന്ന് പറയുന്ന നടനുണ്ട്, ഡാ തടിയ എന്ന് പറഞ്ഞ സിനിമയിലുള്ള മറ്റേ വലിയ തടിച്ചിട്ടുള്ളൊരു പുള്ളിയുണ്ട്, നിർമ്മൽ ബെന്നി, അടിച്ചു നോക്കി കാണാൻ പറ്റും. പുള്ളിയാണ് ശരിക്കും മരിച്ചത്. പക്ഷേ ഇവർ കൊടുത്ത ഫോട്ടോ അതും മനോരമ ന്യൂസാണെന്ന് തോന്നുന്നത്, കറക്റ്റ് ചെയ്ത് ന്യൂസാണെന്ന് അറിയില്ല, മനോരമ ന്യൂസാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇവർ കൊടുത്തത് നിർമ്മൽ പാലാഴീൻ്റെ ഫോട്ടോ. പേരൊക്കെ കറക്റ്റാണ്, നിർമ്മൽ ബെന്നി പാസ്ഡ് അവേ അറ്റ് 37 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടുത്തേക്കുന്ന ഫോട്ടോ നിർമ്മൽ പാലാഴീൻ്റെ ഫോട്ടോയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കൂട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. ഇപ്പം മണികണ്ഠ രാജൻ എന്ന് പറയുന്ന നടൻ കേസിന് പോവുകയാണ്. എത്ര പോയാലും കുഴപ്പമില്ല, ഇവന്മാരുടെ കളി ഇനി നടത്തൂല, കേസിന് പോവുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത ദിവസം വേറൊരാളെ പിടിച്ച് ഇയാൾ ഈ മനോരമ ന്യൂസുകാർ, മനോരമ ചാനൽ, മനോരമ വാർത്തക്കാർ എന്ത് ചെയ്യും? ഈ വേറൊരാളെ പിടിച്ച് ഇതുപോലെ എന്തിനേലും ഒരു ഇരയാക്കും. ലാസ്റ്റ് അയാൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകും. അപ്പോൾ കോടികൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഒരു തെറ്റോ രണ്ട് തെറ്റോ അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാനൊക്കെ ഇവിടെ മനോരമ ന്യൂസിൻ്റെ മനോരമ പത്രം വരുത്തുന്നയാൾ. ഇനിയിപ്പോൾ ഇതിന് അവർ മനോരമ പത്രത്തിന് വില കൂട്ടും. അപ്പം ഞങ്ങൾ കൂടിയ പൈസ അടയ്ക്കേണ്ടി വരും. കാരണം ഇതിനൊക്കെ കോടികൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമ്പം ഇവർ നമ്മളെ തന്നെ പിഴിയും. വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇതിൽ. അപ്പോൾ ഈ വാർത്തകളൊക്കെ നോക്കും, മനോരമ ന്യൂസ് ചാനലിൽ മാത്രം ഈ വാർത്ത വന്നിട്ടില്ല. പക്ഷെ ബാക്കി എല്ലാ ചാനലുകളിലും ഈ വാർത്ത വന്നിട്ടുണ്ട്. അതായത് തെറ്റായിട്ട് കൊടുത്തു കാര്യങ്ങളൊക്കെ. അപ്പോൾ തെറ്റായിട്ട് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ആ തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാപ്പ് പറയാനുള്ള മര്യാദ എങ്കിലും കാണിക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുള്ള കാര്യമാണ്. പക്ഷെ അതുപോലും ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണോ, ഇനിയിപ്പോൾ മനോരമ ന്യൂസുകാർ മാപ്പ് പറഞ്ഞാൽ അത് ഇതിലും വലിയ വാർത്തയായിട്ട് പുറത്തു വരുമെന്ന് അവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മാപ്പ് പറയുന്നില്ല, പൈസ കൊടുത്തിട്ടാണെങ്കിലും ഇത് ഒതുക്കാം, എങ്ങനെയാണ് സംഭവം എന്നറിയില്ല. എന്താണെങ്കിലും മനോരമ പത്രക്കാർ ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ല എന്നാണ് തോന്നുന്നത്, അതിൻ്റെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴും. മനോരമ പത്രത്തിന് മനോരമക്കാരല്ലായിരുന്നോ മറ്റേ ഈ
ഇത് റൂട്ട് മാപ്പൊക്കെ വരച്ചുകൊണ്ടിരുന്നത് മനോരമ ന്യൂസുകാരല്ലേ. റൂട്ട് മാപ്പൊക്കെ വരയ്ക്കാൻ മിടുക്കന്മാരാണ്. പക്ഷേ ഒരു സിനിമാ നടനെ കണ്ടാൽ തിരിച്ചറിയില്ല. ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ അറിയില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. എന്നിട്ട് യൂട്യൂബർമാർക്കെതിരെ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പം പത്രക്കാരെല്ലാം കൂടി ചാടി ഇറങ്ങും. അവന് 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിൽ പോലും അവന് വലിയൊരു യൂട്യൂബറായി കാണുകയും, നമ്മളൊന്നൊരു യൂട്യൂബറാന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ആകെ 14,000 15,000 സബ്സ്ക്രൈബേഴ്സ് വെച്ച് നമ്മളൊരു യൂട്യൂബറാന്ന് പറഞ്ഞാൽ പിന്നെ ഈ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ എന്ത് ചെയ്യും? യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അതിൽ നിന്ന് ജീവിക്കുന്നവരെയാണ് യൂട്യൂബർമാരെന്നൊക്കെ പറയേണ്ടത്. അല്ലാതെ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെയൊന്നും യൂട്യൂബർമാരെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷേ 10 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരുത്തനാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു തിണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പത്രക്കാരെ കൂടി ഇറങ്ങും, യൂട്യൂബർമാരുടെ തലയിലേക്ക് ഇടും. എന്താണെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുക, നല്ല വരുമാനം ഉണ്ടല്ലോ, അപ്പോൾ തിണ്ടിത്തരം കാണിച്ചു വെച്ചിട്ടല്ലേ.